നോബിൾമാരിക്കാരൻ ആഘോഷങ്ങളൊക്കെ അവിടെ അതിനൊരു ഉച്ചസ്ഥായിലേക്ക് എത്തിയോ? 24-46 വിജയം ഉറപ്പിച്ചോ BJP? BJPയുടെ സംസ്ഥാന ആസ്ഥാനത്തിന് മുന്നിൽ വലിയ ആഘോഷമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി പ്രവർത്തകർ ബാൻഡ് മേളവും അതോടൊപ്പം കൊടികളും ഒക്കെയായി പടക്കം പൊട്ടിച്ച് അവരുടെ ആഘോഷം എന്താണെങ്കിലും വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അല്പം മുമ്പ് വലിയ രീതിയിൽ പടക്കം പൊട്ടിയിലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിരവധി പ്രവർത്തകർ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അവർ ബാൻഡ് മേളവും 4 നൂറ്റാണ്ടിന് ശേഷമുള്ള അതെ ചൗള ബ്രാൻഡാണ്. അതോടൊപ്പം നിരവധി മറ്റ് ബാൻഡ് സംഘങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാ ബാൻഡ് സംഘങ്ങളെയും ഇതിപ്പോൾ 10 മണി കഴിഞ്ഞപ്പോഴത്തേക്കും പ്രവർത്തകർ ഇവിടെ കൊണ്ടുവന്ന് വലിയ ആഘോഷമാക്കി ആ താളത്തിനൊത്ത് നൃത്തം ചെയ്ത് ഡാൻസ് ചെയ്തുകൊണ്ടൊക്കെയാണ് അവരുടെ ഒരു പ്രകടനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്താണെങ്കിലും വിജയം ഉറപ്പിച്ചിരിക്കുന്നു. 4 നൂറ്റാണ്ട് പിന്നിടുന്ന അത്തരത്തിൽ ഭരണത്തിലെത്തായിരുന്നു പാർട്ടി ഇപ്പോൾ ഭരണത്തിലേക്ക് വരുന്നു. അതിൻ്റെ ഒരു ആവേശം നമുക്ക് എന്താണെങ്കിലും ഇവിടെ മൊത്തത്തിൽ കാണാൻ കഴിയും. വിവിധ അംഗങ്ങളായ പ്രത്യേകിച്ച് മോദിയുടെയും അതോടൊപ്പം തന്നെ അമിത്ഷായുടെ ഒക്കെ ചെറിയ കട്ടൗട്ടുകളും ഒക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അത്തരത്തിൽ രൂപങ്ങൾ കൊണ്ടുവന്ന് അതിനു മുൻപിൽ അവർക്ക് ലഡുകൾ നൽകി എന്നാണെങ്കിലും വലിയ തരത്തിലുള്ള ആഘോഷമാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ റോഡ് പൂർണ്ണമായും BJPക്കാർ കൈയടക്കിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. പ്രധാനമായും വിവിധങ്ങളായ ആഘോഷങ്ങൾക്കൊപ്പം തന്നെ അകത്ത് ചർച്ചകൾ നടക്കുന്നുണ്ടാവുമല്ലോ. ദില്ലി BJP അധ്യക്ഷനുമായി JP നദ്ദയുടെ ചർച്ചയൊക്കെ നടക്കുന്നു, അകത്തെന്ന് കേൾക്കുന്നു. സിസോദിയ വീണ്ടും പുറകിലേക്ക് പോയിരിക്കുന്നു. BJPയുടെ ഭാഗത്ത് നിന്ന് ദേശീയ നേതൃത്വം 240 വോട്ടിന് പുറകിൽ. ജംഗ്പുരയിൽ സിസോദിയ വീണ്ടും പുറകിലേക്ക് പോകുന്നു. എത്ര വോട്ടിനാണ്? 240 വോട്ടിന്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട 3 മുഖങ്ങളില്ല അല്ലെ? അതിഷിയില്ല, അരവിന്ദ് കെജ്രിവാൾ കോക്കസ് പരാജയപ്പെടുന്നു. അപ്പൊ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് എന്തായാലും അരവിന്ദ് കെജ്രിവാൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അതിഷി വേണമെങ്കിൽ പ്രതിപക്ഷ നേതാവാകാവുന്ന ഒരു ആളായിരുന്നു. അതിഷിക്ക് വിജയിച്ചു വരാൻ കഴിയില്ല എന്നുള്ള സാഹചര്യമാണുള്ളത്. ചുരുക്കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 മുഖങ്ങളെ കൂടെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ആം ആദ്മി പാർട്ടിക്ക് വലിയ എന്താ പറയുക ഒരു തറപറ്റൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ കുതിച്ചുചാട്ടം BJPക്ക് അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം 54-39 എന്നുള്ള വോട്ട് പെർസെൻറ്റേജ് ചെറിയൊരു വോട്ട് പെർസെൻറ്റേജ് അല്ല. അത് 15% വ്യത്യാസം എന്ന് പറയുന്നത് വളരെ എന്താ പറയുക ആ 15% മറികടക്കുക എന്ന് പറയുന്നത് വലിയ ടാർഗറ്റാണ്. 15% വോട്ടിൻ്റെ ഗ്യാപ്പിന് ഓവർടേക്ക് ചെയ്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു വിക്ടറി BJP അവിടെ